നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്നിനു പിറകെ ഒന്നായി അനവധി പ്രശ്നങ്ങളാ ഭഗവാനെ അടിയന്റെ തറവാട്ടിൽ അരങ്ങേറുന്നത്. അതിനെല്ലാം ശാശ്വതമായൊരു പ്രതിവിധി അവിടുന്ന് കാട്ടിത്തരണേ. നിന്റെ ഭർത്താവായ എന്റെ ഇളയ മകന് എന്നോടുള്ള വൈരാഗ്യമൊന്നും തീർന്നില്ലല്ലേ? അമ്മയുടെ വൈരാഗ്യോ? അങ്ങനെയാണെങ്കിൽ ജഗദീശേട്ടൻ മരിക്കണം. വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞുവിടോ. പിന്നെ എന്നെ വെല്ലുവിളിച്ച് ഔട്ട് ഹൗസിലേക്ക് താമസം മാറിയത് അതപ്പോ തോന്നി അവന്റെ വികാരം. അവൻ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അവനിഞ്ഞ് വരും. ജയറാം, മോനെ ജയറാം. എന്താ അമ്മേ? വാഴപ്പാടി തിരുമേനി പറഞ്ഞ ആ 21 ദിവസം തീർന്നു. ഇനി എത്രയും പെട്ടെന്ന് വൈകമോളുടെ ചോറൂണ് നടത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാ ഞാൻ മോനെ വിളിച്ചത്. അത് നല്ല കാര്യം അമ്മേ, ഉചിതമായ തീരുമാനം. കാരണം ചോറൂണ് നടത്തിയ പിന്നെ കുഞ്ഞിന് പാലൂട്ടണ്ടല്ലോ. ആ മൈഥിലിയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പവും അവസാനിപ്പിക്കാം. ഇവര് മനസ്സിൽ കാണുമ്പോ അവള് മാനത്ത് കാണും. അവളെ എങ്ങും ഒതുക്കാനൊന്നും പറ്റില്ല. കാര്യം ഇത് നല്ല ഐഡിയാണ്. പക്ഷേ അട്ട കടിച്ചു കിടക്കും പോലെ ചെമ്പകമംഗലത്ത് അവള് കടിച്ചു തൂങ്ങിക്കിടക്കുക. അവൾ അറിയാതെ ഈ പ്ലാൻ എങ്ങനെ നടത്തിയെടുക്കും? അത് ശരിയാ, അതൊരു പ്രശ്നമാണ്. അതിനൊരു വഴിയുണ്ട്. നമ്മൾ കുടുംബാംഗങ്ങൾ മാത്രം തൽക്കാലം ഇതറിഞ്ഞാ മതി. അവൾക്കൊരു സംശയം തോന്നരുത്. അവൾ അറിയാതെ നമുക്ക് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് വളരെ രഹസ്യമായി ചോറൂണങ്ങ് നടത്താം. ചെമ്പകമംഗലത്തിന്റെ ഓരോ ഗതികേടെ വലിയ പോലീസ് ഓഫീസർ കാണിച്ച സിമ്പതി അനുഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയൊരു ചടങ്ങായിട്ട് നടത്തിയാൽ മതി. ആ, വളരെ രഹസ്യമായിട്ട് നടത്തിയാൽ മതി. ഒരു ചെറിയ സംശയം പോലും അവക്ക് വരാൻ പാടില്ല. അപ്പോ അങ്ങനെ തീരുമാനിക്കാം അല്ലേ കൈമളേട്ടാ? അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങില്ലേ? ചോറൂണ് നടത്തി കഴിഞ്ഞാ പിന്നെ മോൾക്ക് വേറെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാലോ. കൊടുത്തു തുടങ്ങണം. കുട്ടിക്ക് പോഷക ഗുണമുള്ള ആഹാരങ്ങൾ കൊടുത്തേ പറ്റൂ. ജോൾസിനെ കൊണ്ട് ഒരു ഡേറ്റ് കുറിപ്പിക്കണ്ടേ? വേണം. അതിന് ഏതെങ്കിലും ഒരു ജോത്സ്യര് മതി. അത് ഞാൻ വിളിപ്പിച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. എന്നാ പിന്നെ താമസിപ്പിക്കേണ്ട മുത്തശ്ശി. താമസിപ്പിക്കുന്നില്ല. കുഞ്ഞിന്റെ കാര്യമാണ്. ഇപ്രാവശ്യമെങ്കിലും ആരും ഇതിൽ ഇടംകോലിടാൻ നോക്കരുത്. അമ്മ എന്നെ ഉദ്ദേശിച്ചില്ല അത് പറഞ്ഞത്. എന്റെ ആത്മാർത്ഥതയല്ലേ അമ്മ ചോദ്യം ചെയ്തേ? ഞാൻ അങ്ങനെ ചെയ്യുന്നല്ലേ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം? ഏയ് അല്ല മാലതി, അമ്മയൊരു സാധാരണ മട്ടി അങ്ങ് പറഞ്ഞേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട. അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്നെ ഉദ്ദേശിച്ചു തന്നെയല്ലേ പറഞ്ഞത്? ആ, ദാ പ്രത്യക്ഷപ്പെട്ടു 11ാമത്തെ അവതാരം. ഞാൻ എല്ലാം കേട്ടു. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാനുള്ള പ്ലാനിങ്ങാ നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ഹെൽത്തിനെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ചെയ്താൽ മാത്രമേ ഞാൻ ഇതിന് സമ്മതിക്കൂ. നിന്റെ സമ്മതം ആർക്ക് വേണോടി? ഇറങ്ങി പോടി ഇവിടുന്ന്. അങ്ങനൊന്നും ഞാൻ ഇവിടുന്ന് പോകുന്നില്ല കാർത്തി. നീ പോയില്ലെങ്കിൽ നിന്റെ ഡെഡ് ബോഡി പോവും മോർച്ചറിയിലേക്ക്. വരട്ടാതെ കുട്ടിയുടെ ചോറൂണ് നടത്തിയ അതിന്റെ എല്ലാ ചടങ്ങിലും ഞാൻ കൂടി പങ്കെടുക്കും. ഞങ്ങളുടെ കുഞ്ഞിന്റെ ചോറൂണ് എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനും മീനാക്ഷിയും കൂടി. നടക്കില്ല. പേടിപ്പിച്ച ഓടുന്നവളൊന്നും അല്ല മൈഥിലി. അതൊക്കെ പണ്ട്. എടി കേക്കടി. എന്നെ മാറ്റി നിർത്തി ചടങ്ങുകൾ നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ
ചോറൂണ് നടക്കുന്ന ദിവസം ഞാൻ പ്രസ് മീറ്റ് വിളിക്കും. മീഡിയയുടെ മുമ്പിലെ എല്ലാ കാര്യങ്ങളും ഞാൻ വെട്ടിത്തുറന്ന് അങ്ങോട്ട് പറയും. ഒരമ്മയുടെ ഒറ്റയാൾ പോരാട്ടമെന്ന് മീഡിയ അതിന് പേരിടും. മനസ്സിലായോടി? സ്വാമിയെ ശരണമയ്യപ്പ, ഭഗവാനെ ധർമ്മശാസ്താവേ, അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തോണേ. അടിയന്റെ കുടുംബത്തിൽ വന്നുയർന്നിരിക്കുന്ന എല്ലാ കഷ്ടതകളും മാറ്റിത്തരണേ ഭഗവാനെ. ഇവളെ നശിപ്പിക്കാനാണല്ലോ ഈ പ്രാർത്ഥന, അതും ഈ മണ്ഡല സമർപ്പണ ദിവസം. ഒന്നുമില്ല. ഒന്നിനു പിറകെ ഒന്നായി അനവധി പ്രശ്നങ്ങളാ ഭഗവാനെ അടിയന്റെ തറവാട്ടിൽ അരങ്ങേറുന്നത്. അതിനെല്ലാം ശാശ്വതമായൊരു പ്രതിവിധി അവിടുന്ന് കാട്ടിത്തരണേ. ഈ ശനിദോഷങ്ങളെല്ലാം മാറ്റിത്തരണേ ഭഗവാനെ. ഹരിഹരസുതനെ കാത്തോണേ ഭഗവാനെ. ഈ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളെല്ലാം സ്വർണ്ണമായിരിക്കും. ഒരമ്പലത്തിലെ വിഗ്രഹം തൂക്കി വിറ്റ എത്ര കോടികളാ കിട്ടുക. ഭഗവാനെ, അടിയനെ ഒരു കോടീശ്വരിയാക്കി മാറ്റണേ. എന്താ മുത്തശ്ശി പതിവില്ലാതെ ഇന്ന് ശാസ്താക്ഷേത്രത്തിലേക്ക് പോകുന്നേ? ആ, ഇന്ന് മകരവിളക്ക. അയ്യപ്പ ക്ഷേത്രത്തിലാ തൊഴേണ്ടത്. മാത്രമല്ല ശനിദോഷം മാറാൻ ശാസ്താ ക്ഷേത്രത്തിൽ തൊഴണം. നീരാഞ്ജനം കത്തിക്കുകയും വേണം. ചെമ്പകമംഗലത്തെ ശനിദോഷങ്ങളൊന്നും അത്ര പെട്ടെന്ന് തീരുന്ന മട്ടൊന്നും കാണുന്നില്ല. ആ, കുടുംബക്ഷേത്രത്തിലെ മൂർത്തി ഉൾപ്പെടെ എല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തിയേ നമ്മളൊരു ചടങ്ങ് തുടങ്ങാറുള്ളൂ. കുറെ നാളുകളായി തറവാട്ടില് പൂജകളും വിളക്ക് വയ്ക്കലും ഒക്കെ എല്ലാവരും മറന്നിരിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനകൾ പോലുമില്ല. ദേ, അതിന്റെ അശുഭങ്ങളാ തറവാട്ടി കാണുന്നതൊക്കെ. കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ദേവതകളെയും പ്രസാദിപ്പിക്കണം. ശനിദോഷം അകറ്റുകയും വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.